സാരംഗ്, ആൾ അരുണിനെയും സ്നേഹനെയും ഞാൻ ഇങ്ങോട്ടൊന്ന് വിളിച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ താനത് കാര്യമാക്കേണ്ട ആവശ്യം എന്താ? സാരംഗിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യില്ല. ആര് വന്നാലും പോയാലും എനിക്കൊരു പ്രശ്നമില്ല. അതെന്താ? അച്ഛൻ്റെ ഗസ്റ്റുകൾ വരുന്നത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ അമ്മയുടെ ഗസ്റ്റിന്റെ കാര്യത്തില് അച്ഛൻ ഇങ്ങനെ പറയുന്നത് എന്തിനാ? മോളെ, ഓരോരുത്തർക്കും ഓരോ മര്യാദകളാ. നമ്മൾ നമ്മുടെ മര്യാദ കാണിക്കുക. അവര് രാവിലെ വരും, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവുകയും ചെയ്യും. ഓ, അപ്പോ സാരംഗ് ഇവിടെ ഉണ്ടാവോ? എന്റെ പ്രോഗ്രാംസ് എനിക്കങ്ങനെ മുൻകൂട്ടി പറയാനൊക്കില്ല. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എന്തായാലും അതൊരു മാറ്റർ അല്ലല്ലോ. സുമ മാഡം, സാധനങ്ങൾ എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ ലിസ്റ്റ് ഇട്ടോ. നാളെ രാവിലെ തന്നെ നമുക്കൊന്ന് മാർക്കറ്റിൽ പോകണം. ശരി മാഡം. മോനെന്തോന്നും കഴിക്കാത്ത? ഒന്നുമില്ല അമ്മേ. കഴിക്കും. അവര് വരുന്നത് മോൾക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അരുണങ്ങളും സ്നേഹേന്റി വരുമ്പോ അച്ഛനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ അമ്മേ? അച്ഛനെന്തോ മര്യാദയെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? നമുക്ക് നോക്കാം. അച്ഛൻ എന്തിനാ സമ്മതിച്ചേ? അവരിവിടെ വരുമൊന്നും വേണ്ട. അവർക്ക് വിരുന്ന് കൊടുക്കാനൊന്നും അല്ല വിളിക്കുന്നത്, അച്ഛനെ കാണിക്കാൻ തന്നെയാ. അത് അച്ഛനറിയാം. മായാൻറ്റി വന്നപ്പോ അമ്മ യദുവിനെയും കൂട്ടി പോയില്ലേ? നാളെ രാവിലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും പോവാം. അങ്ങനെ അങ്ങ് പാടില്ലല്ലോ. ആലോചിച്ച് തീരുമാനിക്കാം നമുക്ക്. ഇതിലെന്താ ആലോചിക്കാനുള്ളത്? അല്ലെങ്കിൽ അച്ഛനൊരു കാര്യം ചെയ്യും, മായാൻറ്റിയോട് അമ്മ പറഞ്ഞില്ലേ അതുപോലൊക്കെ അവരോടും പറ. ശരി, മോള് ചെന്ന് ഉറങ്ങാൻ നോക്ക്. ഇല്ല, ഈ കാര്യത്തിൽ അച്ഛന്റെ തീരുമാനം അറിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുന്നുള്ളൂ. അമ്മ മായാന്റെ നാണം കെടുത്തിയ പോലെ അവരും നാളെ നാണം കെടണം. എന്നിട്ട് ഇറങ്ങിപ്പോക്കോട്ടെ. ആ, നേരൊന്ന് വിളിക്കട്ടെ. അതുവരെ നമുക്ക് ആലോചിക്കാനുള്ള സമയമുണ്ടല്ലോ. അച്ഛനമ്മയെ പേടിയാണോ? അതെയല്ലേ. അമ്മ എന്ത് കാണിച്ചാലും അത് അംഗീകരിക്കും. അമ്മ പറയുന്നത് തല കുനിച്ചെന്ന് കേൾക്കുകയും ചെയ്യും. ഇത് ബോറാച്ചാ. എന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാ തല കുനിച്ച് നിൽക്കുന്നതിന് വേറെ അർത്ഥവും പറയും. മോളിപ്പോ അച്ഛനോട് ഇത്രയും വാശിയിൽ സംസാരിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ കുട്ടികൾക്ക് എന്ത് കാര്യത്തിനും പെട്ടെന്ന് റിസൾട്ട് വേണം. മുതിർന്നവർ അങ്ങനെയല്ല. റിസൾട്ട് ആഗ്രഹിക്കും, പക്ഷെ അതിലേക്കുള്ള വഴി കൃത്യമായിട്ട് ആലോചിച്ചിട്ടേ ചെയ്യും. എന്തായാലും അവരുടെ വരവ് നമ്മൾ മോശമാക്കില്ല. അവര് രണ്ടുപേരും മൈഥിലിയുടെ വീട്ടിൽ പോയി റെഡിയായിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ വേണ്ടായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നു ഫാദർ. പക്ഷെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ അത് നിഷേധിക്കാനാവില്ല. പക്ഷെ സാരംഗിന്റെ കാര്യം കുറച്ച് കടുപ്പമായിരിക്കും. അയാൾ ഒരിക്കലും മാന്യമായിട്ട് പെരുമാറില്ല. അരുണിനോട് സ്നേഹയോട് ഞാൻ പറഞ്ഞു, പക്ഷെ പോകണമെന്ന് തീരുമാനിച്ചത് തന്നെയാ അവര്. പിന്നെന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം ആ വീട്ടിലൊരു സംഭവം ഉണ്ടായി. സാരംഗിന്റെ പാർട്ട്ണർ ഒരു പെണ്ണ് ആ വീട്ടിൽ വന്നിരുന്നു. അതിന് പൂർണ്ണമായും മൈഥിലി എതിരായിരുന്നു. എന്നിട്ടും സാരംഗ് വാശി കാണിച്ചു. അന്ന് മൈഥിലി മോനെയും കൊണ്ട് എൻ്റെ അടുത്താണ് വന്നത്. കുറെ നേരം അവരവിടെ ഇരുന്നു. പിന്നെ മൈഥിലി മോനെയും കൊണ്ട് പർച്ചേസിനോ മറ്റോ പോയി. സാരംഗിന്റെ ഗസ്റ്റുമായി ഒരു കൂടിക്കാഴ്ച ഒഴിവാക്കിയായിരുന്നു മൈഥിലിയുടെ ലക്ഷ്യം. അപ്പോ പിന്നെ അയാളൊരു പകരം വീട്ടിൽ കാത്തിരിക്കില്ലേ? തീർച്ചയായും. എന്തിനാ ഫാദർ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? അവരൊന്നിച്ചൊരു ജീവിതം തുടങ്ങി അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇങ്ങനെ ഒരു കല്ലുകടി വന്നാൽ അത് അങ്ങനെ തന്നെ കിടക്കും. നമ്മളിൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മൈഥിലിക്കത് മനസ്സിലാകും. പക്ഷെ എന്നിട്ടും മൈഥിലി വിളിച്ചതിലാ എനിക്ക് അത്ഭുതം. ചിലപ്പോ സാരംഗ് അവിടെ കാണില്ലായിരിക്കും. അയാളുടെ വീടല്ലേ, എപ്പോ വേണമെങ്കിലും വന്നോടെ. എന്തായാലും തീരുമാനിച്ചു. അവര് പോട്ടെ. എത്രയും പെട്ടെന്ന് അവിടെ തിരിച്ചു പോരാൻ രണ്ടാളോടും പ്രത്യേകം പറയണം. പിന്നെ സ്നേഹയോട് രംഗനാഥൻ പ്രത്യേകിച്ചൊന്ന് പറയണം. കേൾക്കുന്ന വാക്കിന് അതേ കനത്തിൽ തിരിച്ചു പറയുന്ന ഒരു ശീലമുണ്ട് അവൾക്ക്. മൈഥിലിയുടെ വീട്ടിൽ അത് ഉണ്ടാവരുത്. ഞാൻ പറയാം ഫാദർ, നമുക്കിന്ന് വീട്ടിലേക്ക് പോയാലോ? ഞാൻ വേറെ സ്ഥലത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ഇപ്പൊ തന്നെ തിരിച്ചു പോവാം ഫാദർ. ഫാദർ പറയുമ്പോ കുറച്ചുകൂടെ ഗൗരവത്തിൽ അവർ കേൾക്കും. എന്നാ പിന്നെ ആയിക്കോട്ടെ.
ഈ കുഞ്ഞുമക്കളെ സ്കൂളിൽ നിന്ന് ടൂറിനും മറ്റും പോകുമ്പോൾ ഉപദേശം കൊടുക്കുന്ന പോലെ അല്ലേടോ? അല്ലാതെ നിവർത്തിയില്ലല്ലോ ഫാദർ. വാ. ഹലോ അനാമിക, കുറെ നാളായി സാരംഗിന്റെ ശബ്ദം കേട്ടിട്ട്. ഞാൻ വേണമെങ്കിൽ കുറച്ച് ശബ്ദം ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാം, വല്ലപ്പോഴും ഒന്ന് കേൾക്കാനായിട്ട്. ഇങ്ങനെ തമാശ പറയാനുള്ള കഴിവൊക്കെ ഇപ്പോഴും ഉണ്ടോ? കഴിവുകളൊക്കെ എവിടെ പോവാൻ. മാത്രമല്ല അങ്ങനെയൊന്നും സംസാരിക്കേണ്ട സാഹചര്യം അല്ലല്ലോ. ഞാൻ കരുതി ഫാമിലി പ്രോബ്ലം ഒക്കെ ആവുമ്പോ ചിലപ്പോ ചേഞ്ച് ആയിട്ടുണ്ടാവുമെന്ന്. ഫാമിലി പ്രോബ്ലം ചിലരെ പൂർണ്ണമായിട്ടും തകർത്ത് കളയും. പക്ഷെ എന്റെ കാര്യത്തിൽ അതില്ല. ജീവിതത്തിൽ പലതും പോലെ അതും. മനക്കരുത്ത് എനിക്കറിയാം. സാറിപ്പ എവിടെയാ? ഞാനൊരു യാത്ര കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാ. ഇനി നേരെ വീട്ടിലേക്ക് പോണം. ഒരുപാട് ദൂരെയാണോ? അല്ലെങ്കിൽ എനിക്കൊന്ന് കാണണമായിരുന്നു. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടോ? അത്യാവശ്യമാണോന്ന് ചോദിച്ചാ അത്യാവശ്യമാണ്. ഒരു 5 മിനിറ്റ് വന്നിട്ട് പോകാൻ പറ്റുമോ? ഞാനിപ്പോ ഒരു കോഫി കുടിക്കാൻ ഇറങ്ങിയതാ. അങ്ങോട്ട് വരണമെങ്കിൽ ഒരു 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ടാവും. അത് കഴിഞ്ഞെത്തിയാൽ മതിയെങ്കിൽ. ആ മതി. ബോംബ് വല്ലതും ഉണ്ടോ? തന്നെ കാണാൻ വരുമ്പോ പേടിയാ എനിക്ക്. ഇല്ല, ഇവിടെയുള്ള ബോംബുകളൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചു വെച്ചേക്കാം, പൊട്ടില്ല. ധൈര്യമായിട്ട് പോരെ. എങ്കിൽ ശരി, ഓക്കെ, ഞാൻ വരാം. ചേച്ചി, എന്താടാ? ചേച്ചിയോട് കൊളിച്ച് റെഡിയാവാ അമ്മ പറഞ്ഞു. എന്തിന്? അർണങ്ങളും സ്നേഹാൻ്റെ ഇപ്പൊ വരില്ലേ? അതിനെനിക്കെന്താ? ഞാൻ അവരെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കണോ? അതൊന്നും എനിക്കറിയില്ല. ചേച്ചിയോട് എഴുന്നേറ്റ് കുളിക്കാൻ പറഞ്ഞു. എനിക്ക് ആരെയും കാണണ്ട. ആര് വന്നാലും എന്നെ വിളിക്കാൻ വേണ്ട. അരുണിനോടല്ലേ നിനക്ക് വിരോധമുള്ളൂ? സ്നേഹോട് നിനക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ലല്ലോ. കുറച്ചാൾ മുമ്പ് വരെ സ്നേഹാൻറ്റി നിനക്ക് വലിയ ഇഷ്ടമായിരുന്നില്ലേ? സ്നേഹാൻറ്റി പറയുന്നതൊക്കെ സത്യമാണെന്ന് നീ വാദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ മാറിയോ? അമ്മ ഒന്ന് പോകുന്നുണ്ടോ? ഒന്ന് കുളിച്ച് റെഡിയായി നിൽക്കാൻ പറയുന്നത് അത്ര വലിയ മര്യാദകളൊന്നുമല്ല. ഒരു കുടുംബമാകുമ്പോ അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവും. അല്ല, മോളി തുടങ്ങി വെക്കുന്നത് അച്ഛൻ പൂർത്തിയാക്കുവോ? എന്താ രണ്ടുപേരും കൂടെ ഉദ്ദേശിക്കുന്നത്? അതെ, അവര് വരുമ്പോ പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ എന്റെ തീരുമാനം. അമ്മ എന്ത് ചെയ്യും? ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. നിങ്ങൾ എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നു ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അറിയണ്ടേ എന്റെ മോളുടെ വളർച്ചയെക്കുറിച്ച്? എന്റെ വളർച്ച അമ്മ അറിയണ്ട. അതൊന്നും പറഞ്ഞ് നിഷേധിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല യാമി. നീ ചെന്ന് നിന്റെ മുറിയൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെക്ക്. എന്തിന്? എനിക്കൊന്നിനും വയ്യ. യാമി മോളെ, അമ്മ നല്ല രീതിയിലാണ് നിന്നോട് പറഞ്ഞത്. പുറത്തുനിന്ന് ഒരാൾ വന്ന് കയറുമ്പോ വീടിങ്ങനെ അലങ്കോലായി കിടക്കുന്നത് കണ്ട അതിന് നാണക്കേട് എല്ലാവർക്കും ഒരുപോലെയാ. ചെല്. ദേ ചേച്ചി, നിന്നോട് പോവാനല്ലേ പറഞ്ഞ? എന്തു പറഞ്ഞാലും അമ്മയോട് ഇങ്ങനെ അഹങ്കാരം കാണിച്ചോണ്ടല്ലോ. അമ്മ ഒന്നുമില്ലടാ, ചേച്ചിക്ക് കുറച്ച് ദേഷ്യം കൂടുതലല്ലേ, അതങ്ങനെ നടന്നോട്ടടാ. ഒക്കെ നാശാക്കി ഇട്ടിരിക്കുകയായിരിക്കും. 10 മിനിറ്റ് കൊണ്ട് അമ്മയും മോനും കൂടെ അതൊക്കെ ക്ലീൻ ആക്കണം. വാ. എന്താടോ എമർജൻസി? പറയാം. ഇരിക്കാൻ സമയമില്ലാത്ത അവസ്ഥയുണ്ടോ? ഏയ് ഇല്ല. എന്നാ വാ. ഇന്ന് സ്നേഹാരുണും വീട്ടിൽ വരുന്നുണ്ടല്ലേ? അങ്ങനെ കേട്ടു. അവര് വരുമ്പോ എന്താ സാരംഗിന്റെ പ്ലാൻ? ഏയ്, എനിക്കെന്താ പ്രത്യേകിച്ച് പ്ലാൻ? അവരെന്റെ ഗസ്റ്റുകളല്ലല്ലോ. ആ കുടുംബത്തിന്റെ ഗസ്റ്റുകളാണല്ലോ. ഒരു പകരം വീട്ടിലുണ്ടോ മനസ്സിൽ? മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം മായാമഹേശ്വരി അവിടെ വന്നിരുന്നല്ലോ. അന്ന് മൈഥിലി അവരെ അവോയ്ഡ് ചെയ്തു. അതുപോലെ തിരിച്ചെന്തെങ്കിലും? ഈ ചോദ്യം അനാമികയുടേതോ അതോ മൈഥിലിയുടേതോ? ചില കാര്യങ്ങൾ കൂട്ടുകാരിയെ ചുമതലപ്പെടുത്താറുണ്ടല്ലോ. മൈഥിലി എന്നോടൊന്നും പറഞ്ഞു ഏൽപ്പിച്ചിട്ടില്ല. മൈഥിലി എന്നോടൊന്നും ചോദിക്കുകയില്ല. അത് മൈഥിലിയെ സാരംഗിന് നന്നായിട്ട് അറിയാത്തത് കൊണ്ട് ചോദിച്ചു പോകുന്നതാ. ഇത്രയും കാലം കൂടെ ജീവിച്ച് എനിക്കാണോ അറിയാത്തതെന്ന് ഒരു ചോദ്യം ഉള്ളിലുണ്ടാവും. മൈഥിലിയെ സാരംഗിന് മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. ഓക്കെ, ഞാനിപ്പോ എന്തു വേണമെന്നാ പറയുന്നേ?
ഇന്ന് അവര് വരുമ്പോ സാരംഗ് വീട്ടിലുണ്ടാവോ? എന്താ ഉണ്ടാവാൻ പാടില്ലേ? ഉണ്ടാവണം. അവരോട് മാന്യമായിട്ട് പെരുമാറുകയും വേണം. സാരംഗ് വിചാരിച്ച വളരെ നിസ്സാരമായിട്ടൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ വന്നവരുടെ മനസ്സ് ടെൻഷനാക്കുന്ന വിധത്തിൽ. അത് പാടില്ലെന്ന എന്റെ ഒരു റിക്വസ്റ്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാ വരുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പത്തില് വീട്ടിലൊരു വിരുന്നുകാർ വരുമ്പോ മുതിർന്നവർ കുട്ടികൾക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കും. അവരുടെ അടുത്ത് അധിക സമയം നിൽക്കാൻ പാടില്ല, അവരോട് അധികം കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നൊക്കെ. ഞാനിപ്പോ ഏകദേശം ആ ഒരു അവസ്ഥയിലായി. ഒരു ചെറിയ കാര്യമല്ലേ സാരംഗ്, അതങ്ങ് നടത്തി കൊടുക്ക്. പറയാനുള്ളത് ഇക്കാര്യമായിരുന്നെങ്കിൽ അത് ഫോണിലങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കായിരുന്നു. ഐ ആം സോറി. ഞാൻ വീട്ടിലുണ്ടാവും, അത് തീർച്ച. എന്റെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കെല്ലാം അവരർഹിക്കുന്ന മാന്യത ഞാൻ കൊടുക്കും. അവരർഹിക്കുന്ന മാന്യത. അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. യു ആർ പ്രിപ്പയർഡ്. മുമ്പ് ഞാൻ കുടുംബജീവിതത്തിൽ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. എന്തു തോന്നുന്നോ അത് ചെയ്യുക, അതായിരുന്നു ശീലം. പക്ഷെ ഇപ്പോ ഒന്ന് മാറി ചിന്തിച്ചു. അല്പം പ്രിപ്പയർഡ് ആയാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. സാരംഗ്, ആ, വന്നവർ തിരിച്ചു പോയ ശേഷം കൂട്ടുകാരി ഒന്ന് വിളിച്ചു നോക്കൂ. ചില അത്ഭുതങ്ങൾ കൂട്ടുകാരിക്ക് പറയാനുണ്ടാവും. ഒരു അത്ഭുത വിരുന്നിന്റെ കഥ. അവരുടെ ബന്ധം ഇന്ന് തന്നെ പിരിക്കോ? അത് അവരുടെ വിധി പോലെ ഇരിക്കും. ഞാൻ ദൈവമൊന്നുമല്ലല്ലോ മാറ്റിയെടുക്കാൻ. ഇറങ്ങട്ടെ. ഗുഡ് മോർണിംഗ് മാം. ആ, ഗുഡ് മോർണിംഗ്. അല്ല, ഇതില് സാരംഗ് സൈൻ ചെയ്തില്ലല്ലോ? സാരംഗിന്ന് കുറച്ച് ലേറ്റ് ആവും, വന്നിട്ട് ചെയ്യിക്കാം. ഓക്കെ. താങ്ക് യു. ആ, രഞ്ജിത്ത് ഒന്നിരിക്കൂ. ഞാനിവിടെ വന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. സാരംഗും സാരംഗിന്റെ മാനേജറും തമ്മില് നല്ല റിലേഷൻഷിപ്പ് ആണല്ലോ എന്ന് കരുതുകയും ചെയ്തു. സത്യം പറഞ്ഞ നിങ്ങളുടെ പാസ്റ്റ് എനിക്ക് അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം സാരംഗ് അതെന്നോട് പറയുന്നത്. സാരംഗ്, രഞ്ജിത്ത്, അനാമിക പഴയ കൂട്ടുകാരായിരുന്നു അല്ലേ? യെസ്. ചില ആളുകളൊക്കെ നിങ്ങളെ കണ്ടു പഠിക്കണം. നിങ്ങളുടെ റിലേഷനും അതിന്റെ നിലനിൽപ്പും ഒക്കെ. എന്തുപറ്റി? അല്ല, ഒരു കാലത്ത് സാരംഗിനെ പ്രണയിച്ചിരുന്ന അനാമിക ഇന്ന് രഞ്ജിത്തിന്റെ ഭാര്യ. പക്ഷേ എന്നിട്ടും ആ റിലേഷൻ നിലനിൽക്കുന്നല്ലോ. അത് അഭിനന്ദനം അർഹിക്കുന്ന ഒന്നാ. താങ്ക് യു. എന്നിട്ടും ഇടയിലെ ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായി അല്ലേ? ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. സി, നമ്മൾ പറയില്ലേ ഒരാളും അയാളുടെ ആദ്യ പ്രണയം മറക്കില്ല എന്ന്. അനാമികയ്ക്കും സാരംഗിനും അത് പറ്റുന്നുണ്ടാവില്ല. പക്ഷേ പറ്റുന്നുണ്ടെന്ന് അവര് ഭംഗിയായിട്ട് അഭിനയിക്കുന്നു. ഈ പറ്റുന്നുണ്ടെന്ന് പറയുന്നതിന്റെ പേരാണല്ലോ ജീവിതം. ഞാൻ പൊക്കോട്ടെ മാഡം. ആ, ഇരിക്കടോ. എനിക്ക് കൺമുന്നിൽ കാണുന്ന ജീവിതങ്ങൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാ. കറകളഞ്ഞൊരു ആത്മാർത്ഥത രഞ്ജിത്തിന് അനാമികയോടുണ്ടോ? അതോ സ്റ്റിൽ ഭാര്യയ്ക്ക് ചില താല്പര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? മാം, ഞാൻ മാമിന്റെ ശമ്പളം വാങ്ങുന്ന ഒരാളാ. ആ ബഹുമാനത്തിൽ നിന്നുകൊണ്ട് എനിക്കിതിന് മറുപടി പറയാൻ പറ്റില്ല. അത് വിട്ടേക്ക്. നമുക്ക് രണ്ട് കൊളീഗ്സ് എന്ന രീതിയിൽ സംസാരിക്കാം. ദെൻ ഓക്കെ മാം. ജീവിതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ പഠിക്കുന്നത് മനുഷ്യരെക്കുറിച്ച്, അല്ലാതെ അവരവരുടെ സംശയം ഇതുപോലെ ചില റിലേഷനിൽ തട്ടി ഉടക്കി നിർത്താറില്ല. മാമിന്റെ ചോദ്യം എത്ര ബഹുമാനത്തോടെ നോക്കിക്കണ്ടാലും അതിനകത്തൊരു കുശുംബിയായ പെണ്ണിനെ ഞാൻ കാണുന്നുണ്ട്. വളരെ നോർമലായ, മറ്റുള്ളവരുടെ വിഷയത്തിൽ അനാവശ്യമായി ഇടപെടാൻ താല്പര്യമുള്ളൊരു പെണ്ണിനെ. ഏയ് രഞ്ജിത്ത്, കണ്ടോ, മാമിന്റെ ശബ്ദം ഉയർന്നു. അതാണ് പ്രശ്നം. രണ്ട് കൊളീഗ്സ് എന്ന നിലയിൽ നമുക്ക് സംസാരം തുടരാം. പക്ഷെ മാം ഇടയ്ക്ക് അറിയാതെ MD ആയി പോവും, അധികാരം എടുക്കും. നമുക്കിത് വിടാം മാം.
എനിക്ക് എന്റെ ഭാര്യയെക്കുറിച്ച് യാതൊരുവിധ സംശയവുമില്ല. അതിനിപ്പോ ഏതെങ്കിലും ഒരു ലക്ഷണം കെട്ട ആള് എന്നിലേക്ക് കുറെ ചിന്തകൾ കുത്തി നിറച്ചാലും വരാനും പോകുന്നില്ല. മാം അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആഫ്റ്റർ ഓൾ നമ്മൾ ചില കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കില്ലേ, ജീവിച്ച് പൊയ്ക്കോട്ടെ എന്ന്. മാമിന് ഇടപെടാവുന്ന വലിയ വലിയ വിഷയങ്ങൾ ഒരുപാടുണ്ട്. ഞാനും അനാമികയൊക്കെ വളരെ ചെറിയവരാ, ഞങ്ങളുടെ ജീവിതവും. പക്ഷെ ആ ചെറിയ ജീവിതം ഞങ്ങൾക്ക് പ്രഷ്യസ്. അതിലൊരു സൂചിമുന കൊള്ളുമ്പോൾ എനിക്ക് ചിലപ്പോൾ നിയന്ത്രണം വിട്ടുപോകും. ഓക്കെ മാം, എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു ചെയ്തു തീർക്കാൻ. താങ്ക്സ് ഫോർ യുവർ ടൈം. ഗുഡ് മോർണിംഗ് ഏത് കുട്ടാ? ഗുഡ് മോർണിംഗ്. ഇതെന്താ? ഇത് കുട്ടൻ ആന്റിയോട് കുറച്ച് പിണക്കമൊക്കെ ഉള്ളതല്ലേ, അതങ്ങ് തീർന്നോട്ടെ എന്ന് കരുതി. കുറച്ച് സ്വീറ്റ്സ് ആടാ. താങ്ക് യു. അച്ഛനുണ്ടോ? അച്ഛൻ പുറത്തു പോയിരിക്കുക. ബാ. ആ വാ വാ. മണവാളിനും മണവാട്ടിക്കും എന്തൊക്കെയാ വിശേഷങ്ങള്? പ്രത്യേകിച്ച് എന്ത് വിശേഷ? ഔദ്യോഗികമായി ജീവിതം തുടങ്ങി അല്ലേ അരുൺ? നിന്റെ നാണമൊന്നും ഇതുവരെ മാറിയില്ലടാ. ഇതുവരെ കുഴപ്പമില്ലായിരുന്നു. ചേച്ചിയുടെ മുമ്പിൽ എത്തിയപ്പോഴാ, അല്ല മാമിന്റെ മുമ്പിൽ എത്തിയപ്പോഴാ. രണ്ടായാലും കുഴപ്പമില്ല. ഇരിക്ക്. സുമ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ശരി മാഡം. അച്ഛനെന്താ പറഞ്ഞ ഇങ്ങോട്ട് പോരുമ്പോ? ഇങ്ങോട്ട് പോരുന്നത് അവർക്കൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാ. അതിന്റെ ഒപ്പം ടെൻഷനും. സാരിങ്ങിനെ കുറിച്ചുള്ള ടെൻഷനല്ലേ? സാറ് ഞങ്ങൾ വരുന്നെന്ന് അറിഞ്ഞിട്ട് ബോധപൂർവം പോയതാണോ? അല്ല, സാരംഗല്ലെങ്കിലും തിരക്കുള്ള ആളല്ലേ. യാമിമോൾ എവിടെ? അവള് മുറിയിലുണ്ട്. സാരംഗ, ഹായ് അരുൺ. ഹായ്. എപ്പോ എത്തി? ഞങ്ങളിപ്പോ എത്തിയുള്ളൂ സാർ. നിങ്ങൾ വരുമ്പോൾ സ്വീകരിക്കാൻ ഇവിടെ ഉണ്ടാവണമെന്ന് ഞാൻ കരുതിയതാ. പക്ഷേ പെട്ടെന്നൊരു തിരക്ക്. സാരമില്ല, അതിന്റെ കുറവ് തീർത്താൽ മതിയല്ലോ. എടോ, താനെന്താ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നേ? അല്ല സർ, നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഗസ്റ്റുകളല്ലേ? എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ വിലപ്പെട്ട ഗസ്റ്റുകൾ. മൈഥിലി, യാമിമോളെവിടെ? അവളപ്പുറത്തുണ്ട്. ഏതു പോയി ചേച്ചി വിളിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ചേച്ചി വരില്ല. അച്ഛൻ പറഞ്ഞു എന്ന് പറ. വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോ എല്ലാവരും കൂടിയല്ലേ സ്വീകരിക്കണ്ടേ? ചെല്ലു മോനെ. എന്തിനാ നിങ്ങൾ നിൽക്കുന്നത്? ഇരിക്ക് ഇരിക്ക് ഇരിക്ക്. അല്ല, ഇതെന്ത് പറ്റി എല്ലാവർക്കും ഒരു ടെൻഷൻ പോലെ? അല്ല, ഞാൻ വരുമ്പോ നിങ്ങൾ എന്തെങ്കിലും കാര്യമായ കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നോ? അല്ല. പിന്നെന്താ, റിലാക്സ്. അരുൺ, വിവാഹം ക്ഷണിക്കാൻ ഫാദർ വന്നിരുന്നു. പക്ഷെ വരാൻ പറ്റിയില്ല. ഐ എം വെരി സോറി. എന്തായാലും രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടല്ലോ. വിഷ് യു എ ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു സർ. ഇതെന്ത് പണിയാ മോളെ? വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോ മാറി നിൽക്കുകയാണോ? അത് മര്യാദയല്ല. അല്ല, ഇന്ന് നീ കുളിച്ചില്ലേ? ഇല്ല. ഛേ, ഇവരെന്താ കരുതുക? അച്ഛനും അമ്മയ്ക്ക് നേരെ ചുവ വളർത്താൻ അറിയില്ലെന്ന് കരുതില്ലേ? ചെന്ന് കുളിക്കും. എന്നിട്ട് സ്നേഹ ആന്റിക്ക് മരണങ്ങളിലും നമുക്കിന്നൊരു ടോട്ടൽ സർപ്രൈസ് കൊടുക്കണം. പോയിട്ടോ. എനിക്ക് തലവേദനയാ. അതൊക്കെ കുറച്ചു നേരം ഷവറിന് താഴെ നിൽക്കുമ്പോ ദാന്ന് പറഞ്ഞ് മാറിക്കോളൂ. പോയിട്ടോ, ചെല്ല്. സർ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അല്പം ആശങ്കയോടെയാ. സത്യത്തിൽ സാറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു റിയാക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാത്രം നടന്ന ജീവിതത്തിനൊരു രസം വേണ്ടേ അരുൺ? ചിലതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. അപ്പോഴാണ് അതിനൊരു ത്രില്ല്, അല്ലേ മൈഥിലി? എന്തായാലും സാറ് ഞങ്ങളെ ഞെട്ടിച്ചു. സാർ ഇത്രയും സോഫ്റ്റായി പെരുമാറുമെന്ന് ഞാനൊരിക്കലും കരുതിയില്ല. എന്റെ തിരക്കുകള്, ജോലിഭാരം, ഞാൻ ഇടപെടുന്ന പ്രശ്നങ്ങള്, അതൊക്കെ ചില സമയത്ത് എന്നെ പരുക്കനാക്കും.
പക്ഷെ അത് വിട്ടു കഴിഞ്ഞാല് ഞാൻ ടോട്ടലി ഫ്രീയാ. ചോദിച്ചു നോക്ക് മൈഥിലിയോട്. ആ എടോ, ഇവിടെ ഫുഡിന്റെ കാര്യമൊക്കെ ഒക്കെ അല്ലേ? സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വരുത്തണമെങ്കിൽ പറഞ്ഞാൽ മതി. വേണ്ട, എല്ലാം ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരുന്നത് തന്നെ ഇവിടുത്തെ അടുക്കളയിലെ കൈപുണ്യം ആസ്വദിച്ച് കഴിക്കാനാ. അപ്പൊ എന്തായാലും പുറത്തുനിന്നൊന്നും വേണ്ട. ഓക്കെ, എനിക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞ് ഫുൾ ടൈം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ മൈഥിലി. അമ്മേ, അച്ഛനെന്ന് പറ്റി? എനിക്കറിഞ്ഞൂടാ. അപ്പൊ ഞങ്ങള് മാത്രല്ല, മാഡവും ഞെട്ടി നിക്കാണല്ലേ? സാരംഗ് പറഞ്ഞില്ലേ ചിലത് അൺഎക്സ്പെക്റ്റഡ് ആണെന്ന്. ഞങ്ങളുടെ വരവ് കൊണ്ട് സാറിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നെങ്കിലോ? അങ്ങനെ സംഭവിച്ചാൽ ഈ യാത്ര തന്നെയായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം.